ഹലോ ഗായ്സ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എവിടെയാണ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ ആക്ച്വലി നമ്മുടെ റോക്ക് പേപ്പർ സീസർ ഗെയിം അല്ലേ, അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടെ ബേസിക്സിലോട്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്ലിറ്റിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കോഡ് ചെയ്ത പോലെ അതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ VS കോഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ ആഡ് ചെയ്യാനായിട്ട് എക്സ്റ്റൻഷൻ ഉണ്ട്. ഓക്കെ, ആ എക്സ്റ്റൻഷൻ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ബ്രൗസ് ചെയ്യുന്നത് എന്താണ്, പൈത്തൺ. ഓക്കെ, python.org പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് നമുക്ക് കിട്ടും. അതിനകത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതാണോ OS ആ OSനനുസരിച്ചിട്ടുള്ള പൈത്തൺ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ VS കോഡിലോട്ട് വരിക. VS കോഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്റ്റൻഷനിൽ പൈത്തൺ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് VS കോഡിൽ പൈത്തൺ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമെൻറ്റ് ബിലോ. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം വേരിയബിൾസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വേരിയബിൾസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്തും ആവാം. ഇപ്പം നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഓക്കെ, നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നെയിം ഒരു വേരിയബിൾ ആക്കാം. അതിനകത്ത് നമുക്കൊരു വാല്യൂ കൊടുക്കാം. ഈവൻ ഏജ് കൊടുക്കാം അല്ലേ. അങ്ങനെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾ ആയി കൊടുക്കാം. പക്ഷേ എന്തുണ്ട്, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരിക്കലും ക്യാപ്സ് ലോക്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വേരിയബിൾ ആക്കി മാറ്റാൻ പറ്റില്ല. ഈ കളർ ചേഞ്ച് ആയത് കണ്ടോ, കാരണം ഇവിടെ വെച്ച് നോക്കിയാൽ നമുക്ക് കോൺസ്റ്റന്റ് എന്നാണ് അവർ പറയുന്നത്. അതേസമയം ഇവിടെ ആണെങ്കിൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപ്സ് ലോക്ക് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വേരിയബിൾ ആക്കാനായിട്ട് പറ്റില്ല. അതുപോലെ അതില്ലാണ്ട് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് കൊടുക്കുക, അണ്ടർസ്കോർ ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് വേരിയബിൾ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വരുന്നതാണ് ഈ പൈത്തണിൻ്റെ കുറച്ച് കീവേഡ്സ് ഉണ്ട്. കീവേഡ്സ് എന്ന് പറയുമ്പം അതിനകത്ത് വരുന്നതാണ് ഇപ്പം ഇഫ്. ഓക്കെ, ഇഫ് നമ്മൾ എൽസ് ഒക്കെ ഉണ്ടല്ലേ, അങ്ങനെയുള്ള എൽസ്, അതുപോലെ തന്നെ എൽസീഫ്. ഓക്കെ, അതായത് ലീഫ് തന്നെയാണ് ലീഫ്. പിന്നെ അതുപോലെ തന്നെ ഫോർ ലൂപ്പ് ചെയ്യുന്ന സമയത്ത് ഫോർ. അപ്പം ഇങ്ങനത്തെ കുറച്ച് കീവേഡ് ഉണ്ട്. ഇങ്ങനെയുള്ള പൈത്തണിൻ്റെ കീവേഡുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേരിയബിൾസ് ആയിട്ട് ആക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഈസ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിവിടെ ഒരു നെയിം എഴുതിയിട്ടുണ്ട് അല്ലേ, നെയിം കൊടുത്തിട്ടുണ്ട്. ഈ നെയിം കൊടുത്തതിന് ശേഷം ഞാൻ പ്രിൻ്റ് കൊടുത്തിട്ട് ഞാൻ ഈസ് ഇൻസ്റ്റൻസ് എന്ന് കൊടുത്തു. ഈസ് ഇൻസ്റ്റൻസിനകത്ത് നെയിം സ്ട്രിങ് കൊടുത്തു. ഓക്കെ, അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഈ നെയിം എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ ഇൻസ്റ്റൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ഇവിടെ. ഓക്കെ, ഇനി നമ്മളിതൊന്ന് റൺ ചെയ്ത് നോക്കിയേ. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രൂ. ഓക്കെ, അതായത് നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ഞാൻ ഇതിങ്ങളുടെ പടം മാറ്റി ഈ വാല്യൂ വരാൻ ജസ്റ്റ് ഒരു നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു നമ്പർ ടൈപ്പ് ചെയ്യുന്നു. സോറി. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് ഒരു നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഇനി നമ്മൾ എന്താണ്, ഇത് സ്ട്രിങ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഫോൾസ്. കാരണം അത് സ്ട്രിങ് അല്ല അല്ലെ, ഇൻറ്റീജറാണ്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ ടൈപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്താ ഈ ഡാറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇൻറ്റ്. ഇതൊക്കെ എന്താ, ഇൻറ്റിജറിന് ഷോർട്ടാണ് ഇൻറ്റ്. അതുപോലെ ഇപ്പോൾ പോയിന്റ് വാല്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതാണെന്ത്, ഫ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സ്ട്രിങ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ ടൈപ്പ് എന്തുണ്ട്, ഡാറ്റ ടൈപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നിങ്ങളെല്ലാവരും റെഫർ ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പം അതൊക്കെയാണ് ഇത് ഡാറ്റ ടൈപ്പ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം ഇതെന്താണ്,
ഇത് ഫ്ലോട്ട് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇത് നമുക്ക് സ്ട്രിങ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്ട്രിങ് ആക്കാം. നമ്പറിന് ഒരിക്കലും സ്ട്രിങ് ആക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റിജർ ആക്കാം. ഓക്കെ, ഇൻഡ് ആക്കാം. ഇൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇൻഡ് എഴുതിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഇൻഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇവിടെ എന്താണ് ട്രൂ കിട്ടി കണ്ട, കാരണം ഇതൊരു ഇൻറ്റിജർ ആണെന്ന് വരുത്തി. ഇനി നമുക്ക് ഇതിന്റെ ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഏതാ ഡാറ്റ ടൈപ്പ് എന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ഇൻഡ് ഓക്കെ ഇത് വെച്ച് നമ്മൾ ഇനി ഡാറ്റ ടൈപ്പ് പറയാൻ വേണ്ടി നമ്മളുടെ ടൈപ്പ് എന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ വേരിയബിൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റ ടൈപ്പ് ഏതാണോ അത് കാണാൻ പറ്റും. കണ്ടോ, ഇൻറ്റ് കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഡാറ്റ ടൈപ്പ് കൺവേർഷൻ വരുന്നത്. ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സ് ആണ്. നമുക്ക് ഇപ്പം ആഡ് ചെയ്യാനുള്ള ഓപ്പറേറ്റർ, സബ്ട്രാക്ട് ചെയ്യാനുള്ളത്, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട് ഓർ ഓപ്പറേറ്റർ ഉണ്ട്, ആൻഡ് ഓപ്പറേറ്റർ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റർ ഉണ്ട്. അപ്പം നമുക്ക് ആഡ് ചെയ്യണം. ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഏജ് ഈക്വൽ ടു 13 കൊടുത്തു. എന്നിട്ട് ഏജ് പ്ലസ് ഈക്വൽസ് 24 എന്ന് കൊടുത്തിട്ട് ഞാൻ ഏജ് പ്രിന്റ് ചെയ്ത് നമുക്ക് എന്താ വരിക നോക്കാം. ഓക്കെ, ഏജ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്കത് ആഡ് ചെയ്തിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ അതൊരു ഓപ്പറേറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ട്. നോട്ട് എന്താ ഇതുപോലെ തന്നെ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ അഡീഷന് പകരം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതുപോലെ ഓപ്പറേറ്റർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയ പോലെ ഓക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് പലതരം ഓപ്പറേറ്റർ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വരുന്നതാണ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റർ ഉണ്ട്. അതായത് ഇപ്പോൾ നോട്ട് കണ്ടീഷൻ 1 ഓക്കെ, കണ്ടീഷൻ 1 അല്ല എന്ന് എഴുതാൻ നമുക്ക് അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് രണ്ട് കണ്ടീഷനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ലിറ്ററൽ മീനിങ് എന്താണോ അതൊന്ന് നോക്കിയാൽ മതിയാവും. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഓർ ഉപയോഗിക്കാം അല്ലെ. ഓർ എന്ന് പറഞ്ഞാൽ എനി വൺ അല്ലെ എന്നുള്ളൊരു കാര്യമാണത്. അപ്പം അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ട്. പിന്നെ വരുന്നതാണ് ടേണറി ഓപ്പറേറ്റർ. ഓക്കെ, ഓപ്പറേറ്ററിനകത്ത് തന്നെ വരുന്നതാണ് ടേണറി ഓപ്പറേറ്റർ. ഇപ്പോൾ ടേണറി ഓപ്പറേറ്ററിനകത്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതി. നമ്മൾ ജസ്റ്റ് ഒരു ഏജ് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏജ് അല്ലെ ഈസ് ഓക്കെ, നമുക്ക് ജസ്റ്റ് അഡൾട്ട് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈസ് അഡൾട്ട് ഈസ് അഡൾട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അതിനകത്ത് നമ്മൾ ഏജ് എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇഫ് ഏജ് ഈസ് ലെസ് ദാൻ എന്താണ് 18, ഏജ് 18 ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? റിട്ടേൺ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? റിട്ടേൺ മൈനർ അല്ലെങ്കിൽ ട്രൂ അല്ലെ, ട്രൂ എന്ന് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ട്രൂ റിട്ടേൺ ചെയ്യാം. ഓക്കെ, സോറി, ട്രൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അത് വേണ്ട, ജസ്റ്റ് ഒരു ഇത് കൊടുക്കാം. ഓക്കെ, ട്രൂ എന്ന് നമ്മൾ ഒരു ജസ്റ്റ് ചെയ്യുന്ന പോലെ കൊടുത്തു. അതേസമയം എന്താണ് എൽസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? എൽസ് ആണെങ്കിൽ റിട്ടേൺ ഫോൾസ്. ഫോൾസ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ റൺ ചെയ്ത് നോക്കാം. ഇത് വേണ്ട. ഓക്കെ, അപ്പം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാധാ പോലെ നമുക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ വിളിച്ചില്ല? ഓക്കെ, ഫൈൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫംഗ്ഷൻ സാധാരണയായിട്ട് ചെയ്ത് അല്ലേ. പക്ഷെ നമ്മൾ ടേണറി ഓപ്പറേറ്റർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ മതി? റിട്ടേൺ ട്രൂ. ഓക്കെ, റിട്ടേൺ ട്രൂ എങ്ങനെയാണെങ്കിൽ ഇഫ് ഏജ് ഈസ് ലെസ് ദാൻ 18. ഓക്കെ, എൽസ്
എന്താണ് റിട്ടേൺ ഫോൾസ്. ഓക്കെ, അപ്പം ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമുക്ക്, അപ്പം ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതൊന്നും നമുക്ക് വേണ്ട. ഫൈൻ. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ എഴുതാനായിട്ട് പറ്റും. ഇവിടെ ഈവൻ നമ്മളിവിടെ എന്തുകൊണ്ടാണ് റെഡ് വന്നിരിക്കുന്നത്, നമുക്ക് റിട്ടേൺ വേണ്ട. ഓക്കെ, ഒറ്റ പ്രാവശ്യം നിങ്ങൾ റിട്ടേൺ എഴുതിയാൽ മതി. സിമ്പിൾ. ഇത്രയും ഒറ്റ സിംഗിൾ ലൈൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഒരു റിട്ടേൺ കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഇതാണ് ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കുറച്ച് സ്ട്രിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതായത് ഇങ്ങനെ ഓവർ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. ബാക്കിയുള്ളത് നിങ്ങൾ ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ റെഫർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. സോ ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ എന്താണ് നമ്മളൊരു സ്ട്രിങ് പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ കൊട്ടേഷൻ ഇടുന്നു, നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അല്ലേ. ഇനി ഇത് നമുക്ക് 3 ലൈനുകളായി മൾട്ടി ലൈനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ജസ്റ്റ് ഒരു 3 കൊട്ടേഷൻ, നമ്മളിവിടെ 2 കൊട്ടേഷൻ അല്ല കൊടുത്തേക്കുന്നത്, 3 കൊട്ടേഷൻ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടി ലൈൻസിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ഒരു ഫീച്ചറാണ്. കണ്ടോ, ഇങ്ങനെ മൾട്ടി ലൈനായിട്ട് നമുക്ക് വരും. പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യം, ഈ സ്ട്രിങ്ങിൽ നമുക്ക് ഇപ്പം ഓക്കെ, ഇപ്പോൾ എൻ്റെ പേര് നല്ല പേര് വേറെ ആർക്കും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതന്നെ എഴുതി പഠിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മൾ പ്രിന്റ് കൊടുത്തു. പ്രിന്റിനകത്ത് നമ്മൾ നെയിം ഡോട്ട് അപ്പർ, അപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയോ, നമുക്കിവിടെ കിട്ടുന്ന സമയത്ത് ഫുള്ളും അത് അപ്പറായിട്ട് വരണം. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ഫങ്ഷൻ ഈ സാധനത്തിന് കുഴപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ടത് വരാത്തെ. ഓക്കെ, കണ്ട അപ്പർ കേസിൽ വന്നു. ഇനി ഇതേപോലെ നമുക്ക് വേണം എന്ത് ചെയ്യാം, ലോവർ കേസിൽ ചെയ്താലോ, ഓൾറെഡി ലോവറാണ്, അതുകൊണ്ട് നമ്മൾ ലോവർ ചെയ്തേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൽ ഉണ്ട്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഓക്കെ, ജസ്റ്റ് നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ടൈറ്റിലിൽ എങ്ങനെയാണോ കാണിക്കുക അതുപോലെ കാണാൻ പറ്റും. കണ്ടോ, ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ, അങ്ങനെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ലെങ്ത് അറിയണം. ഓക്കെ, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇതിൻ്റെ ലെങ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് LEN എന്ന് നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെങ്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവിടെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഇന്ന്, അതായത് ഞാനിപ്പോൾ AN ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പം AN ഇൻ നെയിം. ഓക്കെ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ AN ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാണിക്കും, ട്രൂ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ട്രിങ് വെച്ചിട്ട് കുറേ എന്തുണ്ട് ഇത്തരത്തിൽ കുറേ മെത്തേഡുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നെയിം എന്നിട്ടിട്ട് ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമുക്ക് നോക്കാം, 3 എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ മൂന്നാമത്തെ ക്യാരക്ടർ ഏതാണോ അത് വരും. ഓക്കെ, ഇത് അറയാണ് ഇത് ആക്ച്വലി. അപ്പോൾ നമ്മൾ 1 2 3 വെച്ചിട്ടല്ല കൗണ്ട് ചെയ്യുക, സീറോവും കൂടെ അവിടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 0 1 2 3 G കണ്ടോ, അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ റേഷ്യോസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണം, നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. അപ്പോൾ ഫർദർ ആയിട്ടുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരെ സി യു, ബൈ.